മടവൂർ ശൈഖുനയുടെ മദ്ഹ് പറയുമ്പോൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സംഭവം ഏതാ? ഹബീബായ തങ്ങളോടുള്ള ബന്ധം. മദീനയിൽ സിയാറത്തിന് പോയ സംഭവം, ശൈഖുനയുടെ സംഭവം, മർക്കസിൽ നിന്നിറങ്ങിയ ഖുതുബുൽ ആലം ഈ മനാഖിബി ഖുതുബുൽ ആലം എന്ന ഈ കിതാബിന്റെ 13-ാമത്തെ പറയുന്നുണ്ട് ശൈഖുനെത്തിയ സംഭവം. അതെല്ലാരും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആധികാരികത. നൂറ് വന്ന് അവരെ പൊതിഞ്ഞ സംഭവം എല്ലാരും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ വായിച്ച ഈ കെ ഉസ്താദിന്റെ സഹോദരനായ അഹ്മദുൽ ഖാദിരി തങ്ങളും അവരുടെ കിതാബിൽ ഇവിടത്തെ മൗലിദിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലമ്മാ തഖാറബ ലിർറസൂലി ബിത്വൈബതി ഖദ് ഖറ മഗ്സിയൻ അലൈഹി ബിഹൈബതി ബിജലാലത്തിൽ ഖദരിൽ അളീം ലിതുർബതി സിയം വലിയുല്ലാഹി കാന അളീമാ ഫബിജാഹിഹി ഇർഹം കുല്ലനാ തർഹീമാ. അള്ളയുമായുള്ളവരെ ബന്ധം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം, അതാ മദീനയിൽ എത്തിയപ്പോൾ ഫഫി യൗമിൻ സാറ ശൈഖുനാ സയ്യിദൽ വജൂദ് അലൈഹിസ്സലാം റൗളയിൽ നിന്ന് നൂറ് പ്രവഹിക്കാൻ തുടങ്ങി. ശൈഖുനാ അവിടെ പ്രത്യേകമായ അവസ്ഥയിൽ അവിടെ തന്നെ ഫഗസിയ അലൈഹി ബോധം നഷ്ടപ്പെട്ട പോലെ പ്രത്യേക അവസ്ഥയിൽ ആ നൂറിൽ ഇങ്ങനെ അവിടെ മുഴുകിക്കൊണ്ട് മദീനയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫഫീ ദാലികൽ ഹാലി ജാഅ റജുലുൻ ഇലൈഹി യഖൂലു ലിമൻ ഹൗലഹു ലൈസ ബിഹി അയ്യ ബഅസ്. കൂടെയുള്ളവരൊക്കെ ബേജാറായി. ശൈഖുന പ്രത്യേകമായ അവസ്ഥയിൽ റൗളയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്താ സംഭവിച്ചത് എന്നറിയുന്നില്ല. അപ്പോഴാണ് നല്ല സൗന്ദര്യമുള്ള പ്രത്യേകമായ രൂപത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നത്, ഒന്നും ഭയപ്പെടണ്ട, അവർക്കൊന്നുമില്ല. ആ ആളെ പിന്നെ കണ്ടില്ല. ആ സമയത്ത് മദീനക്കാരായ പണ്ഡിതന്മാരതിന് സാക്ഷിയായി ഉണ്ട്, പല ഔലിയാക്കളുമുണ്ട്. അവര് പറയുന്നു, ആ വന്ന ആളാരാണെന്നറിയോ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഖുനയെ സ്വീകരിക്കാൻ നേരെ വന്നതാണ്. എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഈ സംഭവം എത്രയോ ആളുകൾ ഇവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നും അവര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ മജ്ലിസിൽ ഹബീബായ തങ്ങൾ വരികയാണ്. അതാണ് അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ റൂഹും വീടെ വരുന്നോവർ. അമ്പിയാക്കന്മാരുടെ അർവാഹുകൾ വരുന്ന സ്ഥലം, ഔലിയാക്കന്മാരുടെ അർവാഹുകൾ വരുന്ന സ്ഥലം. അവരെ പിടിച്ചവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട. എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മരണസമയത്ത് അവരുടെ ഒരു നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടത് തന്നെ. ആര് രക്ഷപ്പെട്ടു? ആരാ രക്ഷപ്പെടുക? ഇവിടെ ബോധം കെട്ട പോലൊരു അവസ്ഥ എന്ന് പറഞ്ഞത്, ഇത് ബോധമുള്ള അവസ്ഥയാണോ ബോധം കെട്ട അവസ്ഥയാണോ എന്തോ ആട്ടെ, ബോധം കെട്ട പോലെ നിൽക്കുകയാണെന്നാ പറഞ്ഞത്. എന്താ നൗഷാദെ, എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു ബുദ്ധിക്കുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഇത് കേൾക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണ്, നിങ്ങളെ പോലുള്ള ആളുകളല്ല എന്ന് മനസ്സിലാക്കണ്ടേ? എന്നിട്ട് ബോധം കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആ ആളെടുത്ത് വന്നിട്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയണേ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറയണേ. മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോ CM ഇയാളെ കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല, അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ കണ്ടു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് എന്ത് ബേഡായിയാണത്? ഇവിടെ ഒരാള് ചെന്നിട്ട് അത് എത്ര വലിയ സുജായി ആവട്ടെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അല്ലെ ഒരു മഹോന്നതനായ, മാനവരിൽ മഹോന്നതനാണ് മദീനയുടെ മണവാളൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുത്ത് നബിയേക്കാൾ പരിശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ ചെങ്ങായിയെ? എന്ത് തള്ളജ്ജി തള്ളണത്? എന്നിട്ട് ആ റസൂലുള്ള കബർന്ന് നീച്ചു നിൽക്കാന്ന്. എന്തിന്? ഇവിടെ CM അടവൂര് ഇങ്ങനെ മലച്ചേട്ടി കിടക്കല്ലേ, അല്ലെങ്കിൽ കടക്കുമല്ല, ബോധം കെട്ടിട്ട് നിൽക്കുക എന്നാണ് നൗഷാദ് പറഞ്ഞത്. തള്ളിയപ്പോ തെറ്റിയതാണേ. എന്തോട്ടെ, ബോധം കെട്ട പോലെ നിൽക്കുകയാണ്. എന്തായാലും ആ അവസ്ഥയില്
റസൂലുള്ളാണ്ട് കയറി വന്നു എന്നാ പറയണത്. എന്ത് നോണയാണ് ചെങ്ങായി എജ്ജി പറയണത്? ഒരു മാനസിക രോഗി ആയിരുന്ന, ഇനി മാനസിക രോഗം ആവുന്നതിന് മുമ്പേണോ പോയിക്കണ്, മാനസിക രോഗിയായിട്ടാണോ പോയിക്കണ്, എന്തെന്നെ ആയിക്കോട്ടെ, ഇനി ഔലി തന്നെ ആയിക്കോട്ടെ, ആവട്ടെ, അങ്ങനെ ഒരു അവസരത്തില് റസൂലുള്ള കബറിന്ന് നീച്ചിട്ട് വരിക തന്നെ. ഏതൊക്കെ ഔലിയാക്കളെ അടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിക്കണോ? ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിക്കണോ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിക്കണോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിക്കണോ? ആയിഷ റളിയല്ലാഹുഅൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പിന്നെയും പതിറ്റാണ്ടുകള് ജീവിച്ച ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിക്കണോ? അതുപോലെ തന്നെ സന്തത സഹചാരിയായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? എന്തെന്നാണ് നൗഷാദെ അല്ലേ? ഓലെടുത്തൊന്നും വരാതെ ഇവിടെ മാനസിക രോഗത്തിന്റെ വിഭ്രാന്തി കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഒരാളെടുത്ത്, നിസ്കരിക്കാത്ത ആളെടുത്തേക്ക്, നോമ്പെടുക്കാത്ത നോമ്പ് മുറിപ്പിച്ചിരുന്ന ആളെടുത്ത്, ക്ലീൻ ഷേവ് ചെയ്തിട്ട് സ്വർണ്ണം ഉപയോഗിച്ചിരുന്ന, പൗഡർ കൂട്ടറായിട്ട് കടന്നിരുന്ന ഇജാതി നോണയൊക്കെ പറയുന്ന ഈ കൗമിനെ കേൾക്കാനും വിശ്വസിക്കാനും അവരെ നെഞ്ചേറ്റാനും കുറെ ജാലിയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളതാണ് പറയാനുള്ളത്. നൗഷാദിന് ഇത് വയറ്റപ്പഴപ്പാണ്. നൗഷാദിന് ഇത് പാണുണ്ടാക്കാനുള്ള പരിപാടിയാണ്. നൗഷാദിന് കുത്തുഫുല്ലാലം പറയുന്നതൊക്കെ ഇതാണ് എന്നുള്ളത് പരിചയപ്പെടുത്താനുള്ള പണികളാണ്. നൗഷാദിന് മറ്റുള്ളവരും ഇതുപോലെ പറയുന്നുണ്ട്, അപ്പോ ഞങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ കുറ്റം പറയണ്ട എന്ന് പറയാനാണ് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. നൗഷാദ് ഇതൊരു പണിയായിട്ട് ഏറ്റെടുത്തുക. ഓന്റെ ഏർപ്പാട് അതാണ്. അതിന് ജയ് വിളിച്ചുകൊണ്ട് ഇതും കണ്ടുകൊണ്ട് നടക്കുന്ന ഉമ്മത്തെ നാളെ മരിച്ചു പോകണ്ടേ? നാളെ ഖബർ ജീവിതം എന്നൊരു ജീവിതമല്ലേ നമുക്ക്? നാളെ മഹ്ശറ എന്നൊരു സഭയില്ലേ നമുക്ക്? ചൂട് പെരുത്തതറ. ഇവിടെ മുഹീദ്ദീൻ മാലയുടെ ഒരു ഭാഗമൊക്കെ പാടി, ഞാനും പാടാ അതിന്റെ മറ്റൊരു ഭാഗം. ചൂട് പെരുത്ത താറമ്മേൽ ഞാൻ നിൽക്കുന്നാള് ചൊക്കർ മുഹയ്യദ്ദീൻ കാവല് ഏകല്ല എന്ന് നിങ്ങൾ ഇരവ് പാടുന്നില്ലേ? ആ ചൊക്കർ മുഹയ്യദ്ദീന്റെ കാവൽ അവിടെ കിട്ടൂല എന്ന് അറിയാവുന്നവരും അറിയാത്തവരും ഇത് ചൊല്ലുന്നില്ലേ? ആ ചൂടുപെരുത്ത തറല്ലേ അള്ളാഹുവിന്റെ കാവല് മാത്രം കിട്ടുന്ന, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് മാത്രം കിട്ടുന്ന ആ തർമ്മ പോയി നിൽക്കണ്ടേ നമുക്ക് ഇല്ലേ? അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ബർസഖ് എന്ന ഖബറില്ലേ, നരകാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? സ്വർഗത്തിലേക്ക് നമുക്ക് രാപ്പാർക്കുവാൻ ഓടി കയറണ്ടേ? ഇതിനൊക്കെ ഇതുപോലെയുള്ള പൗരോഹിത്യം നിങ്ങളെ വഞ്ചിക്കും എന്നാണ് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ചെറിയൊരു ടെക്സ്റ്റ് കിട്ടിയിരുന്നു. അതിലെഴുതിയിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാം. ദൈവിക മതത്തെ വിൽപ്പനച്ചരക്കാക്കുകയും പാമര ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ തളച്ചിട്ട് അതിസമർത്ഥമായി അവരുടെ പണം പിടുങ്ങുകയും പുതുതലമുറയെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ ഓവർ ടൈം പണിയെടുക്കുന്ന നവനാസ്തികരുടെയും മറ്റു ജോലി എളുപ്പമാക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർ. ഇനി അല്ലാഹ് എന്താ പറഞ്ഞു നോക്കാം നമുക്ക്. ഖുർആൻ പറഞ്ഞത് അത്രേ സത്യം. വിശ്വസിച്ചവരെ മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെ പേരും ജനങ്ങളുടെ ധനം അവിഹിതമായി അനുഭവിക്കുന്നവരാണ്. ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരുമാണ്. ഇത് അള്ളാഹു 9-ാം അധ്യായം 34-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞ. ഇനി അൽ-ബഖറ സൂറത്ത് 2-ാം അധ്യായം 79-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കണമെന്നും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സ്വന്തം കൈകൊണ്ട് പുസ്തകം എഴുതി അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവകാശപ്പെടുന്നവർക്ക് നാശം. തുച്ഛമായ വില വാങ്ങാനാണ് അവരത് ചെയ്യുന്നത്. തങ്ങളുടെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയതിനാൽ അവർക്ക് കോടിയ ശിക്ഷയുണ്ട്. അവർ സമ്പാദിച്ചത് കാരണവും അവർക്ക് നാശം. ഇത് സൂറത്ത് ബഖറ 79-ാമത്തെ ആയത്തിന്റെ അർത്ഥാണ്. പ്രിയമുള്ളവരെ, ഈ 2 വചനങ്ങളും കൂടി ഇവിടെ പറഞ്ഞത്, ഇവിടെ വിശ്വസിച്ചവരെ മതപണ്ഡിതരിലും പുരോഹിതരിലും ഏറെ പേർ ജനങ്ങളുടെ ധനം അവിഹിതമായി അനുഭവിക്കുന്നവരാണ്. ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവര് ഈ കള്ളക്കറാമത്തും കള്ളക്കഥകളും പറയുമ്പോ ഇത് തെറ്റാണ് എന്ന് പറയുന്നവരെ വളരെ മോശമായിക്കൊണ്ടാണ് ഇവരും ഇവരുടെ ശിങ്കിടികളും ഇവരുടെ അനുയായികളും പറയാറുള്ളത്. അള്ളാഹുവെ തൊട്ട് അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി ജനങ്ങളെ എന്ന് പറയുന്നവരെ ഇവര് വളരെ മോശമായിക്കൊണ്ടാണ് ഇടപെടാറുള്ളത്, പറയാറുള്ളത്, വിളിക്കാറുള്ളത്. സൂറത്ത് യാസീനില് സാഹിബ് യാസീൻ, ഹബീബ് നജ്ജാറിന്റെ കഥ സൂറത്ത് യാസീന്റെ
മലയാള പരിഭാഷ എന്ന് എടുത്ത് വായിച്ചു നോക്ക് ജനങ്ങളെ. അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞുകൊണ്ട്, തൗഹീദ് പറഞ്ഞുകൊണ്ട് വന്ന ആ പ്രവാചകന്മാരെ, ആ ആളുകളെ വളരെ ക്രൂരമായിട്ടാണ് ആ ജനങ്ങള് കൊന്നുകളഞ്ഞത്. വളരെ ക്രൂരമായിട്ടാണ് അവരെ മർദ്ദിച്ചത്. അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെന്ന ആ വ്യക്തിയെയും വളരെ ക്രൂരമായിട്ടായിരുന്നു ആ ജനത കൊന്നുകളഞ്ഞത്, അല്ലേ? അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇവര് ഖുർആനിലേക്ക് നിങ്ങളെ വിളിക്കൂല. നിങ്ങള് സൂറത്ത് യാസീന് പലതവണ ഓതിയതല്ലേ, പലതവണ കാണാപാഠം ഓതിയതല്ലേ? ഒരു തവണയെങ്കിലും അതിന്റെ അർത്ഥസഹിതം നിങ്ങളൊന്ന് ഓതി നോക്ക് ജനങ്ങളെ. സൂറ ഫാത്തിറിന്റെ സൂറ യാസീന്റെ കുറച്ച് മുൻപുള്ളതാണ്, അടുത്ത അധ്യായം തന്നെയാണ്. ആ അധ്യായം മുഴുവനായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഓതി നോക്ക് ജനങ്ങളെ. അറബ് മാത്രം ഓതിയിട്ട് കാര്യമില്ല, നമ്മൾ മലയാളികളാണ്. നമുക്കതിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ അതിന്റെ പരിഭാഷ തന്നെ വേണം. അതിന്റെ പരിഭാഷ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണുകളിൽ MP3 ഫയലായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ? ചെവിയിൽ ഇയർഫോൺ വെച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതല്ലേ? ഒരു തവണ നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്ന് കേട്ടു നോക്ക് ജനങ്ങളെ. നിങ്ങൾ ഈ പറഞ്ഞ 2 സൂറത്തുകൾ മുഴുവനായിട്ടും അതിന്റെ അർത്ഥസഹിതം കേട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും ഒരു തവണയെങ്കിലും അർത്ഥസഹിതം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങുക. ഇജ്ജാതി പൗരോഹിത്യവർഗം നിങ്ങളെ കൊണ്ടെത്തിക്കുക നാശത്തിലേക്കാണ്. അത് ചൂടേറിയ നരകമാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.